വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 17-ാം അധ്യായം ഒരു ഉപമയും പ്രവചനവുമാണ്. ഇതിൽ 2 കഴുകന്മാരും ഒരു മുന്തിരിവള്ളിയും പ്രതിപാദിക്കുന്നു. ഇതിലൂടെ ഇസ്രായേലിന്റെ രാഷ്ട്രീയ അവിശ്വാസവും ദൈവത്തിന്റെ ഭാവി രക്ഷാപദ്ധതിയും വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള രാജാവായ ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനവും ഇതിൽ കാണാം. വലിയ ചിറകുകളും ധാരാളം തുകലുകളും ഉള്ള മറ്റൊരു കഴുകനുമുണ്ടായിരുന്നു. തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവന്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവന്റെ നേരെ തിരിച്ചുവിടുകയും ചെയ്തു. എസെക്കിയേൽ 17-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിന്റെ മുകളിൽ നിന്നൊരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിന്റെ ഇളഞ്ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളത് എടുത്ത് ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിന്റെ കീഴിൽ വസിക്കും. അതിന്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും. എസെക്കിയേൽ 17-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. എസെക്കിയേൽ 18-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരും തന്റെ ജീവിതത്തിനും തീരുമാനങ്ങൾക്കും ഉത്തരവാദിയാണ്. പാപം മരണത്തിലേക്കാണ് നയിക്കുന്നത്, മാനസാന്തരം ജീവൻ നൽകുന്നു. ദൈവം കരുണയുള്ളവൻ, അവൻ എല്ലാവരും തിരിഞ്ഞു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതുമാണ്. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിന്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തന്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. എസെക്കിയേൽ 18-ാം അധ്യായം 20-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവൃത്തിക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? എസെക്കിയേൽ 18-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.